ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. സമയം ഇപ്പോൾ ഏകദേശം 7:30 ആയിട്ടോ. അപ്പോൾ നമ്മൾ ഇന്നേരം 7 മണിക്കാണ് സ്റ്റാർട്ട് ചെയ്തത്. ജസ്റ്റ് നമ്മൾ 1 മിനിറ്റ് ഉള്ളപ്പോഴാണ് സ്റ്റാർട്ട് ചെയ്തത്. നമ്മുടെ സ്റ്റാർട്ട് ചെയ്യുന്നതിൻ്റെ നമ്മുടെ ജോലി ഷിഫ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നതിൻ്റെ 1 മിനിറ്റ് മുന്നെയാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ ഇപ്പോൾ ഞാൻ കൊട്ടാരക്കര റെയിൽവേ സ്റ്റേഷനിലെത്തി. അപ്പോൾ നമുക്കിന്ന് ആദ്യത്തെ ഓർഡർ അടിച്ചേക്കുന്നത് പലാറ്റീനോ കേട്ടോ, കൊട്ടാരക്കരയുള്ള ഒരു റെസ്റ്റോറൻറ്റിലാണ്. അപ്പം ഞാനിപ്പോൾ എന്തായാലും റെസ്റ്റോറൻറ്റ് അടുത്തെത്തി. അപ്പം നമുക്ക് ആദ്യത്തെ ഓർഡർ 20 രൂപ ചെറിയ ഓർഡറാണ്. അപ്പോൾ നമുക്ക് എന്തായാലും വേഗം ഓർഡർ പിക്ക് ചെയ്യാം. അടിപൊളി കേട്ടോ ഗൈസ്. അപ്പം നമ്മുടെ ഈ ആദ്യത്തെ ഓർഡറിന് നമ്മൾ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഒന്നുമില്ല കേട്ടോ. ഇന്നത്തെ എൻ്റെ ഒരു സോങ് ആണ്. അപ്പം നമുക്ക് അടിപൊളി. നമ്മുടെ കസ്റ്റമറിൻ്റെ പേര് ജലജാന്ന് കേട്ടോ. അടുത്തതായി മണവാളൻ ആൻസൺസ് അവതരിപ്പിക്കുന്ന മറ്റൊരു ഗാനം. ഞാൻ മണവാളൻ. കാതികരെ തിരിച്ചു വരുവിൻ. മ്യൂസിക്. ഓട്ടപ്പാത്രത്തിൽ രണ്ട് വീണാലൊടലൊടലൊടല, മഴ പെയ്ത് വെള്ളം വീണാൽ ജല 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 ജ. നല്ല മൂടല്ലേ. ആഹാ. വിരിഞ്ഞ പാല പൂമണം വന്നാൽ ഗുമ 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 ഗു. തേൻ കൂട്ടിൽ കല്ല് വീണാലൂ. താങ്ക് യു. അടിപൊളി ഗൈസ്. അപ്പോൾ എൻ്റെ പാട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് വേഗം എന്തായാലും കസ്റ്റമർ ലൊക്കേഷനിലോട്ട് പോകാം. എനിക്കിപ്പോൾ പോകാൻ ഇനി ഏകദേശം 3 മിനിറ്റ് ആട്ടോ, 1.5 കിലോമീറ്റർ. You pull me right back when I'm falling off the box then when I'm smoking on it. Less stress when you bless me with the shit gets dark when you wanna come up. Where did you go? You come and you leave. You never seem to be there when I need you the most. Getting lost in my own flow, sick thoughts polluting my mind. And when I get deep, somehow you come out of the sky. Tell me what is the double two? Tell the homies about it, but there's never proof. Piece of paper on the tongue and the sound took shape. Half an hour in the system and I felt real great. Oh yeah. Right. എവിടാ? ക്രിസ്ത്യൻ മെഡിക്കൽ അല്ല, താലൂക്കിലാ കൊടുത്തേക്കുന്നത്. കൊട്ടാരക്കര താലൂക്ക്. ആയൂരോ? കൊട്ടാരക്കര ചേച്ചി അഡ്രസ് കൊടുത്തേക്കുന്നത്. ഈ ആയൂര് വരെ ഡെലിവറി ഇല്ല കേട്ടോ. ആ ചേച്ചി മറ്റേ ഫുഡ് ഓർഡർ ചെയ്തില്ലായിരുന്നോ ചേച്ചി? ഈ അഡ്രസ് കൊടുത്തേക്കുന്നത് കൊട്ടാരക്കര താലൂക്കിലാട്ടോ. വിളിച്ചപ്പം ആ ചേച്ചി പറഞ്ഞത് ആയൂരാന്ന്. ആ ചേച്ചി അത് ക്യാൻസൽ ചെയ്യാം. ആയൂര് വരെ ഇത് ഇല്ല കേട്ടോ. ബ്രോ, ഈ കസ്റ്റമറിന്റെ ലൊക്കേഷൻ തെറ്റാട്ടോ. അപ്പോൾ കസ്റ്റമർ ഫുഡ് ക്യാൻസൽ ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു. അതൊന്ന് കസ്റ്റമറിനെ ഒന്ന് കോൺടാക്ട് ചെയ്യാവോ? കുമാർ കസ്റ്റമർ കെയർ സപ്പോർട്ട് 1 ചോഗമായിരുന്നു. എന്തായാലും നോട്ട് ഗുഡ് കൊടുക്കും. ഒരു കഴിഞ്ഞോട്ടെ തന്നെ ബൾക്ക് ഓർഡർ തരാൻ വിളിച്ചപ്പോൾ കളിയാക്കിയ പോലെ അയാൾ സെയിം ആൾ തന്നെ. സാർ ടിക്കറ്റ് എന്താ ടിക്കറ്റിൻ്റെ ടൈം കഴിഞ്ഞു പോയി പോലോ. ചുമ്മാ ഉടായിപ്പാന്നേ. എന്തോ എൻ്റെ പേര്, ശബരീഷസ്. ഫുൾ ഉടായിപ്പാ, തമിഴനാ. പൈസ ഇപ്പം എന്തായാലും കസ്റ്റമർ എന്നെ വിളിച്ച് അല്ല കസ്റ്റമർ അല്ലയോ ഇത്? അല്ല ഞാൻ അതൊക്കെ ഇപ്പൊ വിളിക്കുന്ന ചേച്ചി കസ്റ്റമർ അല്ലയോ? ബുക്ക് ചെയ്ത ആളല്ലയോ? കാരണം എന്നെ നേരത്തെ കസ്റ്റമർ കെയറിന് വിളിച്ചോണ്ടിരുന്ന കേട്ടോ. അത് ഭയങ്കര മെനക്കേടാ ഇത് ക്യാൻസൽ ചെയ്യാൻ. കുഴപ്പമില്ല. കുഴപ്പമില്ല ചേച്ചി. ഓക്കെ താങ്ക് യു. താങ്ക് യു. പാവം നല്ല ചേച്ചിയായിരുന്നു. അപ്പം വേറൊരാൾക്ക് വേണ്ടി ഫുഡ് ഓർഡർ ചെയ്ത് കൊടുത്തേ. പക്ഷേ പറഞ്ഞിട്ട് കാര്യമില്ലാണ്ട് ഞാനിപ്പോൾ നിൽക്കുന്ന കൊട്ടാരക്കര താലൂക്കിൽ. അവർ ഓർഡർ ചെയ്ത സ്ഥലം ക്രിസ്ത്യൻ ഏതോ ഹോസ്പിറ്റലോ ആയൂരോ കണ്ടോ. അത് ഇവിടുന്ന് 10, 25, 30 കിലോമീറ്റർ ഉണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് അങ്ങനെയുള്ള ഓപ്ഷൻ ഇല്ല അവിടെ വരെ പോകാൻ. അല്ലെങ്കിൽ കസ്റ്റമർ അങ്ങനെ ലൊക്കേഷൻ കൊടുത്തിട്ടായിരുന്നെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും സപ്പോർട്ട് കിട്ടിയിരുന്നെങ്കിൽ നമ്മൾ അവിടെ വരെ പോയേനെ. ഇപ്പം 7:50 ആയിട്ടോ. അപ്പോൾ നമുക്ക് എന്തായാലും ഇന്നത്തെ ചായ കൂടി ഒഴിവാക്കാം. എന്തായാലും അത്യാവശ്യം വിശപ്പുണ്ട്. എന്തായാലും ഇപ്പം നമ്മുടെ ഇരിക്കുന്നത് ഡ്രിങ്ക്സാണ് കേട്ടോ. അപ്പോൾ ഫോണിൽ ജ്യൂസാണ്, ആളാറിങ്ങയുടെ ജ്യൂസാണ് കേട്ടോ. ഞാൻ
ഓർഡർ പിക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് പോകാനുള്ള ലൊക്കേഷൻ ഏകദേശം 8 മിനിറ്റേ ഉള്ളൂ കേട്ടോ, 3.5 കിലോമീറ്റർ. നമ്മുടെ വീടിൻ്റെ ആ സൈഡിലോട്ട് തന്നെയാണ്. അപ്പോൾ എന്തായാലും വേഗം ലൊക്കേഷനിലോട്ട് പോകാം. നമ്മുടെ വീട്ടിലൊരു വണ്ടി. താങ്ക് യു. സമയം ഇപ്പോൾ 8 മണിയായി 28 KFC തന്നെ കേട്ടോ. അപ്പോൾ നമ്മൾ KFC അടുത്ത് തന്നെ നിൽക്കുന്നു. നമ്മളെ വണ്ടി ഇതോ പോകുന്നു. ഞാൻ എന്തായാലും ഒന്ന് വാച്ച് ചെയ്തേ. ഓഹോ എൻ്റെ ദൈവമേ, വിഷയമാണല്ലേ. വിഷയം നമ്മളല്ല കേട്ടോ, വന്നവരാ. ഒരു വണ്ടി ക്രോസ് ചെയ്യുമ്പോൾ മര്യാദ വേണം, കുറച്ച് സ്ലോ ചെയ്ത് കൊടുക്കാൻ അവരുടെ ഉത്തരവ്. അപ്പോൾ അതിനനുസരിച്ച് വരുന്ന വണ്ടി സ്ലോ ചെയ്ത് കൊടുക്കാൻ പറ്റുന്ന അല്ല, പെട്ടെന്ന് എടുത്ത് ഇരിക്കുന്നതല്ലല്ലോ. അല്ലെങ്കിൽ ഇടിച്ചു തന്നെ അവരവരുടെ ഉത്തരവാദിത്തമാണ് കേട്ടോ, ഏറ്റെടുത്തോണം. അപ്പം വീണ്ടും എന്നെ എൻ്റെ വീടിൻ്റെ അടുത്തോട്ട് തന്നെ വിട്ടുകൊണ്ടിരിക്കും. അപ്പോൾ നമുക്ക് ഇനിയിപ്പോൾ 1 മിനിറ്റും കൂടെ ഉള്ളൂ. KFC നേരത്തെ ഫുഡ് ഇനിയിപ്പോൾ എനിക്ക് കൊടുക്കാനുള്ളത് എൻ്റെ വീടിൻ്റെ തൊട്ടപ്പുറത്ത് തന്നെ. നേരത്തെ പോയത് എൻ്റെ വീടിൻ്റെ തൊട്ടപ്പുറത്ത് തന്നെ. ഫുൾ ടൈം വീട്ടിലോട്ടാട്ടോ. അപ്പോൾ നമ്മൾ ചായ കുടിച്ചില്ല, അതിന് പകരം നമുക്ക് ഒരു ജ്യൂസ് കുടിച്ച്. അപ്പോൾ നിങ്ങൾ കണ്ടല്ലോ വീഡിയോയിൽ. പിന്നെ ഇനിയിപ്പം ചായ കുടിക്കാൻ വീട്ടിൽ കയറുന്നില്ല. ഇനിയിപ്പോൾ ചേച്ചി സ്വിഗ്ഗിയിൽ നിന്നാണ്, ഞാൻ റോഡിൽ എത്തി. ആ ശരി. താങ്ക് യു. ഞാൻ 3 ഓർഡർ കംപ്ലീറ്റ് ചെയ്യട്ടോ. ഇതുവരെയുള്ള ഏണിങ്സ് 76ആണ്. 1.5 മണിക്കൂറായി ഇതുവരെ നമ്മൾ വർക്ക് ചെയ്യാൻ തുടങ്ങിയിട്ട്. അതിലൊരു അരമണിക്കൂറോളം നമുക്ക് ആ ഒരു ഓർഡറിൽ പോയി. ആദ്യത്തെ ഓർഡറിൽ ക്യാൻസൽ ചെയ്യാൻ വേണ്ടിയിട്ടായാലും അങ്ങനെ ഡിലേ വന്നു. അപ്പം ബാക്കി ഇനി അടുത്ത ഓർഡറിലേക്ക് പോകാം എന്തായാലും. പിന്നെ ഒരുപാട് സന്തോഷമുണ്ട് കേട്ടോ. വേറൊരു കാര്യം പറയാമെന്ന് വെച്ചാൽ ഒരുപാട് ആൾക്കാർക്ക് നമുക്കൊരു ജീവിതമാർഗ്ഗം, ഒരു വരുമാനം കണ്ടെത്താൻ സാധിച്ചു കൊടുക്കുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ വലിയൊരു കാര്യമാണ്. ഇപ്പോഴത്തെ കാലത്ത് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു ജോലി എന്ന് വെച്ചാൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ എൻ്റെ ഒരു അഭിപ്രായത്തിൽ നിങ്ങൾ ഒരിക്കലും സ്റ്റാറ്റസ് നോക്കിയോ അല്ലെങ്കിൽ വേറെ ആൾക്കാരുടെ അഭിപ്രായങ്ങൾ നോക്കിയോ ഒരു ജോലിക്ക് വേണ്ടി കാത്തിരുന്നാൽ നമ്മുടെ സമയം വെറുതെ പോകത്തേ ഉള്ളൂ. അപ്പം ആദ്യം നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ വരുമാനം വന്ന് തുടങ്ങുക എന്നുള്ളതാണ്. അതിനൊക്കെ ഇമ്പോർട്ടൻ്റ് ക്യാഷ് ഫ്ലോ ആണ്. അപ്പോൾ അത് വന്നു കഴിയുമ്പോൾ തന്നെ നമുക്ക് ഒരുപാട് മാറ്റങ്ങൾ വരും ലൈഫിൽ. അപ്പോൾ അത് അനുഭവിച്ചിട്ടുള്ളവർക്ക് കാര്യങ്ങൾ പറയുമ്പോൾ പെട്ടെന്ന് കുറച്ചും കൂടെ മനസ്സിലാവും. അപ്പം നമ്മൾ എത്രയും വേഗം, എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഒരു ജോലി കണ്ടെത്തുക എന്നുള്ളത്. അപ്പോൾ നമ്മൾ എത്രയും വേഗം, എൻ്റെ ഒരു അഭിപ്രായത്തിൽ നിങ്ങളെല്ലാവരും മസ്റ്റായിട്ട് ജീവിതത്തിൽ ഒരു വട്ടമെങ്കിലും വർക്ക് ചെയ്തിരിക്കേണ്ട ഒരു മേഖലയാണ് കേട്ടോ. നമ്മൾ ഡെലിവറി ബോയ് ആയിട്ട് നമ്മളെപ്പോഴും തുടങ്ങുമ്പം ബോട്ടത്തിൽ നിന്ന് തുടങ്ങാൻ. അപ്പോൾ നമ്മളെല്ലാം എക്സ്പീരിയൻസ് ചെയ്തിരിക്കണം. നമ്മൾ അടിപൊളി കേട്ടോ. അപ്പോൾ ഒരു ഓർഡർ വന്നിട്ടുണ്ട്. എഴുകോണാണല്ലോ. അപ്പോൾ നമുക്ക് തിരിച്ചു പോവാം. അടിപൊളി. നമ്മൾ ലക്ഷ്മിയിലെത്തിയിട്ടുണ്ട്. സമയം എന്താണ്ട് ഇപ്പോൾ 8:30 ആയി കേട്ടോ. വേറെ ഓർഡർ റെഡി ആയിരിക്കും. ഒരു എഗ് ഫ്രൈഡ് ആണോ എടുക്കും. വന്നില്ലേ? 5 minutes later. താങ്ക് യു. നോക്കിയില്ല, നമ്മൾ ഓർഡർ ഡെലിവറി ആയിട്ടുണ്ട്. 41 രൂപ കേട്ടോ. പൊളി. അപ്പോൾ ഇനി വേഗം തിരിച്ച് ഞാൻ ലക്ഷ്മിയിലോട്ട് തന്നെ പോകും. അപ്പോൾ എനിക്ക് ഇനി ഓർഡർ അവിടെ നിന്ന് കിട്ടാൻ. You pull me right back when I'm falling off the box stand when I'm smoking on her. Less stress when you bless me with the shit gets dark when you wanna come up. Where did you go? You come and you leave. ഇപ്പം എന്താണ്ട് സമയം 9:30 ആയി. അപ്പോൾ എൻ്റെ ഫോണിൽ നിന്ന് അധികം ചാർജ് ഇല്ല കേട്ടോ. ഏകദേശം ഒരു 22-24% ചാർജേ ഉള്ളൂ. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇന്ന് വർക്ക് ചെയ്യാൻ പ്ലാൻ ഇട്ടില്ലായിരുന്നു. അപ്പോൾ ഞാനിന്ന് ലീവ് എടുക്കാമെന്ന് വിചാരിച്ചിരുന്നു. അപ്പോൾ എനിക്കിന്ന് വർക്ക് ചെയ്യാൻ പ്ലാൻ ഇല്ലായിരുന്നു. പിന്നെ നമുക്ക് നമ്മുടെ സബ്സ്ക്രൈബേഴ്സിനൊക്കെ നമ്മൾ ഓരോ വീഡിയോസ് ഭയങ്കര ഹെൽപ്ഫുൾ ആകുമെന്ന് കണ്ടപ്പോൾ നമ്മളെ കൊണ്ട് ഒരാൾക്ക് എന്തെങ്കിലും ഒരു ഹെൽപ്പ് ചെയ്യാൻ പറ്റുമെങ്കിൽ നമ്മൾ ഒരിക്കലും അത് ചെയ്യാതിരിക്കില്ല, നിഷേധിക്കരുത്. അപ്പോൾ ഞാൻ എന്തായാലും നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന് വേണ്ടിയാണ് നമ്മളിന്ന് എന്തായാലും ഇറങ്ങിയേക്കുന്നത്. അപ്പോൾ എന്താണ്ട് നമുക്കറിയൊരു എഗ് റോസ്റ്റ്, ഒരു എഗ് റോസ്റ്റ്. എഗ് റോസ്റ്റിനകത്ത് അവർ എഗ്ഗിന് പകരം ഓംലേറ്റ് വെച്ചേക്കുന്നത് കേട്ടോ. ഞാൻ വിളിച്ചായിരുന്നു, ഏട്ടനെ കിട്ടിയില്ല. ഓംലേറ്റ് മാത്രമല്ല, ഗ്രേവി ഉണ്ട്. താങ്ക് യു.
10 മണിയാവുന്ന കേട്ടോ. അപ്പോൾ നമുക്ക് 27-ൻ്റെ ഒരു ചെറിയ ഓർഡർ വന്നിട്ടുണ്ട് ഇവിടെ താവളത്തിൽ തന്നെ, അപ്പോൾ തൊട്ട് ബാക്കിൽ തന്നെ. അപ്പോൾ എനിക്ക് തിരിച്ചു പോകണം എന്തായാലും. അപ്പോൾ എന്തായാലും തിരിച്ചു പോകട്ടോ. അപ്പോൾ നമുക്കൊരിക്കലും നമ്മുടെ ഈ ആൾക്കാർ ചിന്തിക്കുന്ന പോലെ നമുക്ക് എന്തായാലും ചിന്തിക്കേണ്ടത്, നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് എന്തായാലും ഈ ചാനലിൽ വെറുതെ വന്ന് വീഡിയോ കണ്ടു പോകുന്നവരല്ല, നമ്മുടെ ചാനലിൽ വന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മുടെ ചാനലിൽ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ളവർക്ക് എന്തായാലും ഇതുകൊണ്ടൊരു പ്രയോജനം ഉണ്ടാകണം. ഒരിക്കലും നമ്മൾ എന്തായാലും ഈ രീതി ചിന്തിക്കേണ്ട കേട്ടോ. നമ്മളെന്തായാലും 90% ആൾക്കാരും നമ്മളെന്തായാലും മാറി നിൽക്കാൻ പോവാണ്. ഒരിക്കലും നമ്മൾ അങ്ങനെ ചിന്തിക്കരുത്. അപ്പോൾ ഏത് ജോലിയായാലും നമ്മൾ ഹാർഡ് വർക്ക് ചെയ്യാൻ നല്ല മനസ്സ് വേണം, പിന്നെ കഷ്ടപ്പെടാനുള്ള മനസ്സ് വേണം. അത് മാത്രമല്ല ഒന്നിനെ തുടങ്ങാൻ പറ്റും. അതിന് അംബാനി ആയാലും ആരായാലും നിങ്ങളൊരു കാര്യം എന്തായാലും നിങ്ങൾ മനസ്സിലാക്കണം. അപ്പോൾ നമുക്ക് ഒന്നിനെ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റൂ, അതാരായാലും. അപ്പം നമുക്ക് അതിനുള്ള മനസ്സ് എപ്പോഴും ഉണ്ടായിരിക്കണം, അതിനുള്ള പ്ലാൻ നമ്മുടെ മൈൻഡിൽ എപ്പോഴും ഉണ്ടായിരിക്കണം. ഒരിക്കലും ചിന്തിക്കില്ല കേട്ടോ. ഇതിനൊക്കെ ഇഷ്ടംപോലെ ഏണിങ്സ് കിട്ടുന്ന ഒരുപാട് ജോലിയുണ്ട്, അവരെല്ലാം ഇതിൽ ഹാർഡ് വർക്ക് ചെയ്യുന്നവരാണ്. ഞങ്ങളുടെ വീട്ടിൽ ഇന്നിപ്പം കഴിഞ്ഞ ദിവസം വെൽഡിങ്ങിന് വന്നവർ തന്നെ 1500 രൂപയാണ് ഒരു ദിവസം ഉണ്ടാക്കുന്നത്. നമ്മുടെ നാട്ടിൽ തന്നെ ഇഷ്ടം പോലെ നമ്മുടെ നാട്ടിൽ തന്നെ ഇഷ്ടം പോലെ ജോലി സാധ്യതയുണ്ട്. എങ്ങും പോകേണ്ട കാര്യമില്ല. പക്ഷെ അത് ചെയ്യാനുള്ള മനസ്സ് വേണം, അത് ചെയ്യാനുള്ള കോൺഫിഡൻസും എല്ലാം നമുക്ക് വേണം. അല്ലാതെ നമ്മളൊരിക്കലും ആൾക്കാരെ നോക്കിയിരുന്നതിന് നമുക്കൊരിക്കലും ചെയ്യാൻ പറ്റും. നമ്മുടെ ലൈഫിൽ ഒരു പോയിന്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ പിന്നെ ചിന്തിക്കേണ്ടത് നമുക്കിനി എന്തോ ആവാം, അല്ലെങ്കിൽ നമുക്കിപ്പം ഉള്ള വെച്ച് ഇനി എങ്ങനെ ഒരു വാതിലടഞ്ഞാൽ നിങ്ങൾക്ക് 2 വാതിൽ തുറക്കും. ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. നിങ്ങൾ സ്വന്തമായിട്ട് വിചാരിച്ച് ചെയ്യാൻ പറ്റാത്ത ഒരു കാര്യമില്ല. അതിന് നിങ്ങൾ വിലയിരുത്തണം ആദ്യം നിങ്ങളെ തന്നെ. എന്നിട്ട് നിങ്ങൾ തന്നെ തീരുമാനിക്കണം നിങ്ങൾക്ക് ഇനി ലൈഫിൽ എന്ത് ചെയ്യണം, എന്തോ ആവണം. അപ്പോൾ നമുക്കൊരു കോൾ വരുന്നുണ്ട്, ഇങ്ങനെ കസ്റ്റമറാണെന്ന് തോന്നുന്നു നമ്മളെ വിളിക്കുന്നത്. അങ്ങനെ നമ്മൾ തീരുമാനം എടുത്തു കഴിഞ്ഞാൽ നമ്മളെ ആർക്കും തോൽപ്പിക്കാൻ പറ്റത്തില്ല. പുതിയ കാര്യങ്ങൾ നമ്മൾ പഠിക്കാൻ ശ്രമിക്കണം. പെയിൻറ്റിങ് ആയാലും വെൽഡിങ് ആയാലും ഒരുപാട്, ഞാൻ പറയുന്നത് നിങ്ങളെല്ലാം പെയിൻറ്റിങ് വെൽഡിങ്ങിനും പോകണമെന്നല്ല, പക്ഷേ ഒരുപാട് ചേട്ടന്മാരുണ്ട് ലൈഫിൽ ഇതേപോലെ ഓരോ പ്രശ്നങ്ങളിൽ പെട്ട് ഇപ്പം 10-35 ഉറപ്പായിട്ട് അവരെല്ലാം തിരിച്ചു വരണം തന്നെയാണ് എൻ്റെ അഭിപ്രായം. അതൊന്നും നിങ്ങൾ ചിന്തിക്കേണ്ട കാര്യമില്ല. ഇത്രയും നാൾ നമ്മൾ ലൈഫ് ജീവിച്ചതാണ്, നമ്മൾ എൻജോയ് ചെയ്തു, അത് മതി. ഇനിയും നമുക്ക് എപ്പോഴും ഏത് മൊമെൻറ്റിലും നമുക്ക് ചാൻസ് ഉണ്ട്. നമുക്ക് ഇനി ഇഷ്ടംപോലെ അച്ചീവ് ചെയ്യാൻ പറ്റും. ഇതൊക്കെ നമ്മളൊന്ന് സക്സസ്ഫുൾ ആയിക്കഴിഞ്ഞാൽ ഒരു നിമിഷം കൊണ്ട് മാറാവുന്നേ ഉള്ളൂ. നിങ്ങൾ 35 വയസ്സായോ 40 വയസ്സായോ ഇതുവരെ ഒന്നും ആവാൻ പറ്റിയില്ല, ഒന്നും ഒരു കാര്യമില്ല. പക്ഷെ ഇത്രയും നാൾ നിങ്ങൾ നേടി വെച്ചൊരു എക്സ്പീരിയൻസ് ഉണ്ട്. അത് വേറെ ഒരു പഠിക്കാൻ പോയാലും വേറൊരു പഠനത്തിനും വേറൊരു ജോലിക്കും അതിനെ മാറ്റി നിർത്താൻ പറ്റില്ല. ആ ഒരു എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കും. നിങ്ങൾ ചിലപ്പോൾ 35 40 പിന്നുള്ള നിങ്ങൾ ചെയ്യുന്ന ഒരു 1-2 കൊല്ലം കൊണ്ട് നിങ്ങൾ ഈ ഒരു 10-15 കൊല്ലത്തെ കവർ ചെയ്യാനുള്ളൊരു സക്സസ് ആയിരിക്കും നിങ്ങൾക്ക് ഉണ്ടാവുന്നത്. ഞാൻ പറയാം, നിങ്ങൾ മനസ്സ് കുറിച്ചിട്ടോ അത് ഉറപ്പായിരിക്കും. അതുകൊണ്ട് ഒരിക്കലും നമ്മൾ തളരാനോ മടുത്ത് ജീവിതത്തിൽ വേറെ നിരാശയുടെ ഒന്നും ഒരു കാര്യമില്ല. നിങ്ങൾക്ക് ആദ്യം നിങ്ങൾ വീട്ടിൽ വിലയിരുത്തുക, നിങ്ങൾക്ക് ഇനി എന്താവാൻ പറ്റും, അല്ലെങ്കിൽ എന്ത് നിങ്ങൾക്ക് അച്ചീവ് ചെയ്യാൻ പറ്റും, ചിന്തിക്കാൻ പറ്റും. നിങ്ങൾ പഠിക്കാനൊന്നും വേണ്ട, പുതിയ ജോലികൾ അല്ലെങ്കിൽ പുതിയ ജോലി സാധ്യത കണ്ടെത്തണം, മനസ്സിലാക്കണം, അതിൻ്റെ ടോപ്പിലെത്തണം. നിങ്ങൾ എന്ത് ജോലി ചെയ്യുന്നു അതിൻ്റെ ടോപ്പിലെത്താൻ ശ്രമിക്കണം. അല്ലാതെ ചുമ്മാ ജസ്റ്റ് നമ്മൾ ഈ നെഗറ്റീവ് തോട്ടോ കമൻറ്റോ പറയുന്നത്, നിങ്ങൾ എല്ലാവരും ഞാൻ ഈ പറയുന്ന പോലെ മൈൻഡ് സെറ്റ് ഉള്ളവരല്ല. ചിലർക്ക് എങ്ങനെയെങ്കിലും ജീവിച്ചാൽ മതി, അവർക്ക് ഇതിലൊന്നും താല്പര്യമില്ല, അവർ എല്ലാത്തിലും കുറ്റം കണ്ടെത്തുന്നു. അവർ പറയുന്നത് ചിലർക്ക് ഇങ്ങനെ റിസ്ക് ഒന്നും എടുക്കാൻ പറ്റാത്ത ആൾക്കാരുണ്ട് നമ്മുടെ ലൈഫിൽ ഒരുപാട്. അപ്പോൾ അവർ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതെല്ലാം അവരോട് നമ്മൾ എന്ത് കാര്യങ്ങൾ പറഞ്ഞാലും അവർ പറയുമോ അതെല്ലാം നഷ്ടമാണ്, നമ്മൾ അതിലും ലാഭം നമ്മൾ എവിടെയെങ്കിലും ജോലിക്ക് പോകുന്ന അല്ലെങ്കിൽ വേറെ ആരെങ്കിലും കീഴിൽ പണിക്ക് പോകുന്ന ലാഭം എന്ന് പറയാം. അങ്ങനെയുള്ളവർ നമ്മൾ അപ്പോഴേ മാറിക്കൊള്ളുക. അല്ലെങ്കിൽ ഒന്നും മിണ്ടണ്ട, നിങ്ങൾ നിങ്ങളുടെ പ്ലാനും കാര്യങ്ങളും മനസ്സിൽ ചിന്തിക്കുക, നിങ്ങളുടെ കാര്യങ്ങൾ ചെയ്യുക, അതിലേക്ക് നിങ്ങൾ എത്തിപ്പെടാൻ നോക്കുക. ഉറപ്പായിട്ടും നിങ്ങൾക്ക് സക്സസ്ഫുൾ ആവാൻ പറ്റും. അതിനിപ്പോൾ നമ്മൾ ഇവിടെ ഒരുപാട് ജോലി സാധ്യത ഉണ്ട് നമ്മുടെ നാട്ടിൽ. ഇപ്പോൾ ഒരുപാട് ജോലി സാധ്യത നമ്മുടെ നാട്ടിലിപ്പോൾ വേറെ അനുഗ്രഹത്തിന് ആദ്യ ആൾക്കാർ നമ്മുടെ നാട്ടിലില്ല. അത് തന്നെ നമുക്കൊരു അനുഗ്രഹമാണ്. ഇഷ്ടംപോലെ ഓപ്പർച്യൂണിറ്റീസ് ആണ് നമുക്കിവിടെ ഉള്ളവർക്ക്. റേഞ്ച് വന്ന് 5G ഉണ്ട്. റേഞ്ച് കിട്ടിയില്ല കേട്ടോ, വിളിക്കാൻ നോക്കിയപ്പോൾ റേഞ്ച് വന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. താങ്ക് യു ഏട്ടാ, താങ്ക് യു ഏട്ടാ. അടിപൊളി, നല്ല ഏട്ടാ. ഈ ചേട്ടൻ എനിക്ക് അതിനോട്ടുണ്ട് ഇപ്പം അല്ല. ഇതേപോലെ ഒരുപാട് ആൾക്കാരുണ്ട് നമ്മുടെ നാട്ടിൽ സന്തോഷമായിട്ട് വീട് വെച്ച് നാട്ടിൽ തന്നെ ജോലിയും ചെയ്ത് ഹാപ്പി ആയിട്ട് ജീവിക്കുന്നത്. നിങ്ങൾക്ക് ചിലപ്പം കളക്ടറും അഡ്വക്കേറ്റും ഒന്നും ആവാൻ പറ്റത്തില്ലായിരിക്കും, അതിലൊന്നും ഒരു കാര്യമില്ല കേട്ടോ. ഇപ്പം നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യം പഠിക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്കത് ഇഷ്ടമാണെങ്കിൽ നിങ്ങളത് കംപ്ലീറ്റ് ചെയ്യുക. അയ്യോ,
വേറെ ട്രിപ്പോ അത് നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൽ ഇങ്ങനെ ഒരു വീഡിയോ സ്ക്രോൾ ചെയ്ത് പോകുന്നൊരു കണ്ടൊരു വീഡിയോ കേട്ടോ. അപ്പോൾ ഞാൻ അത് കാണിക്കാം എന്തായാലും. അതെന്ന് വെച്ചാൽ നമുക്കൊരിക്കലും ഒരാളെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യാൻ പറ്റില്ല കേട്ടോ. അവരുടെ മനസ്സിൽ എന്തുമായിരിക്കും നമുക്ക് ഒരിക്കലും നമ്മളൊക്കെ നിങ്ങളൊക്കെ ചിന്തിക്കുന്നതിന് അപ്പുറമായിരിക്കും പവർ എന്ന് വെച്ച് കഴിഞ്ഞാൽ. ഒരപ്പൂപ്പനാണ് ആ വീഡിയോയിലുള്ളത്. നമ്മൾ ആ പുള്ളിക്കാരൻ വരച്ച പടം കണ്ടതിനെ നമ്മൾ സത്യം പറഞ്ഞാൽ ഞെട്ടിപ്പോവും. വീട് എവിടെയാ? എവിടെയാ? ഞാൻ എവിടെ എത്തുന്നു അവിടെ തന്നെ എന്റെ വീട്. നല്ല രസമുണ്ട് കേട്ടോ വരച്ചേക്കുന്നത്. സൂപ്പറാ സൂപ്പറാ. എന്താ മെനക്കെടുക്കുന്നതിന് വിളിക്കുക. വരച്ച Hey, you pull me right back when I'm falling off the box then when I'm smoking on her. Less stress when you bless me with the shit gets dark when you wanna come up. Where did you go? You come and you leave. You never seem to be there when I need you the most. Getting lost in my own flow, sick thoughts polluting my mind. And when I get deep, somehow you come out of the sky. Tell me, what is the double two? Tell the homies about it, but there's never proof. Piece of paper on the tongue and the sound took shape. Half an hour in the system and I felt real great. Oh yeah. Right through the night. പുള്ളിക്കാരനെ കണ്ടാൽ പോലും നമുക്ക് ഒരിക്കലും അങ്ങനെ ഒരാളെ കണ്ടോണ്ടാവുന്ന ഒരിക്കലും ഒരു കാര്യം ജഡ്ജ് ചെയ്യാനും ചിന്തിക്കാനും പറ്റില്ല. നിങ്ങളൊക്കെ മനസ്സിൽ വിചാരിക്കുന്നതിനേക്കാൾ അപ്പുറമായിരിക്കും ഒരാളുടെ പവറും അവരുടെ ഒരു കാഴ്ചപ്പാടും കഴിവും എന്നൊക്കെ വെച്ചിട്ട് ഒരിക്കലും ഒരാളെ നമ്മൾ ജഡ്ജ് ചെയ്യാൻ നിൽക്കരുത്. അതേപോലെ നിങ്ങൾക്കും ഓരോരുത്തർക്കും ഇതിനും ഇരട്ടി കാര്യങ്ങൾ പവറും മനസ്സും സാധിക്കും. ഞാനിപ്പോൾ എന്താ എഴുതുകൊണ്ട് നിൽക്കുകയാണ്. അപ്പോൾ ഇനിയിപ്പോൾ സമയം 10:40 ഇനി ഓർഡറൊന്നും വരാതിരിക്കട്ടെ എന്ന് പറയാം. ഈ ഏണിങ്സ് നമുക്ക് കുറവായിരുന്നു. പിന്നെ അല്ലാതെ പോലെ ആയിരിക്കത്തില്ല. പിന്നെ ഓർഡർ പൊതുവെ കുറവായിരുന്നു കേട്ടോ. നമ്മൾ ലേറ്റായിട്ടും കൂടെ ഇറങ്ങി അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. എത്ര കേട്ടെ? ഫോൺ പേ ചെയ്യാൻ ഏതാ ബ്രോ? യൂട്യൂബ് ചാനൽ വീഡിയോ ചെയ്യാൻ. ബ്രോ മിസ്റ്റർ ഡെലിവറി അതാണ്ട് എൻ്റെ സൈഡ് ചെയ്യാൻ പറ്റും. മിസ്റ്റർ ഡെലിവറി നോക്കിയാൽ മതി. മിസ്റ്റർ ഡെലിവറി സ്വിഗ്ഗി വീഡിയോ ഒക്കെ ചെയ്യുന്നത് അങ്ങനത്തെ വീഡിയോ ഉണ്ട് ഇൻസ്റ്റയിലുണ്ട്. ശരിയാ താങ്ക് സാർ. ഇനിയിപ്പോൾ എനിക്ക് കഴിക്കാനുള്ള ഫുഡ് വാങ്ങിച്ചു. ഇനിയിപ്പോൾ നമ്മളെന്തായാലും ഇപ്പോൾ ഇന്നത്തെ ടോട്ടൽ ഏണിങ്സ് എന്ന് പറഞ്ഞാൽ 182 ആയതുള്ളൂ കേട്ടോ. പിന്നെ കുറവായിരുന്നു. 6 ഓർഡറേ ഉള്ളൂ. സമയം മണിക്കൂറിൽ ഇപ്പം ഷിഫ്റ്റ് 10 മണിയാകുമ്പോഴേ കംപ്ലീറ്റ് ആകത്തുള്ളൂ. 3 മണിക്കൂർ 47 മിനിറ്റ് ആയതുള്ളൂ. ഇതൊരു 10 അല്ല 11 മണിയാകുമ്പോൾ കംപ്ലീറ്റ് ആവും. 10:45 ഇപ്പം 3 മണിക്കൂർ 47 മിനിറ്റ് ഇതുവരെ. 4 മണിക്കൂർ വേണം ഫുള്ള് നമുക്ക് കവർ ചെയ്യാൻ വേണ്ടിയിട്ട്, കംപ്ലീറ്റ് ആവാൻ വേണ്ടിയിട്ട്. മാക്സിമം നല്ല ടയർഡാട്ടോ. നമ്മളിന്ന് 7 മണിയാകുമ്പോൾ ഇറങ്ങിയതിൻ്റെ കാരണം തന്നെ അതാ. നമ്മൾ അപ്പോൾ ഇന്നത്തെ അടുത്ത വീഡിയോ ഞാൻ എന്തായാലും ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഇനിയിപ്പോൾ കഴിക്കാനുള്ള ഫുഡ് വാങ്ങിച്ച് ഞാനിപ്പോൾ എൻ്റെ വീട്ടിലോട്ടാണ് നേരെ പോകണം. അപ്പോൾ ഇനി ഓർഡർ വരുവാണെങ്കിൽ ചിലപ്പോൾ അതും കൂടെ എടുക്കും. മിക്കവാറും ഓർഡർ ഇനി വരാൻ ചാൻസ് ഇല്ല കേട്ടോ. അപ്പോൾ ഇന്ന് ഏണിങ്സ് കണ്ടാൽ നമുക്ക് മൊത്തം 182 ആയിരുന്നു. അപ്പം അതായത് ഇന്നത്തെ അവസ്ഥ വിശേഷം. അപ്പോൾ എന്തായാലും മസ്റ്റായിട്ട് നമ്മുടെ വീഡിയോ കാണുന്നവർക്ക് എന്തായാലും നമുക്ക് റിയൽ ആയിട്ടൊരു ഇൻകം ഉണ്ടാകാൻ സാധിക്കണം. നമുക്ക് ഇപ്പോഴത്തെ നിങ്ങളുടെ എല്ലാ പ്രശ്നങ്ങളും സോൾവ് ചെയ്യാൻ സാധിക്കണം. അതായിരിക്കണം എൻ്റെ ചാനലിൻ്റെ എൻ്റെ ലക്ഷ്യം. അത് തന്നെയാണ്. നിങ്ങൾക്ക് ഇതുകൊണ്ടൊരു ഹെൽപ്പ് ഉണ്ടായിരിക്കണം. എന്തായാലും ഒരു ബെനിഫിറ്റ് ഉണ്ടാകണം. നിങ്ങൾക്ക് റിയൽ ആയിട്ടുള്ള ജീവിത വരുമാന മാർഗം കണ്ടെത്താൻ നമ്മളിതിലൂടെ സാധിക്കണം. അതാണ് എൻ്റെ അൾട്ടിമേറ്റ് എയിം തന്നെ. അത് തന്നെ ആയിരിക്കണം. അല്ലാതെ എനിക്ക് ജസ്റ്റ് വേറൊന്നും അല്ല. അത് തന്നെയാണ് അപ്പോൾ എൻ്റെ പ്രധാന ലക്ഷ്യവും. ഒരുപാട് ആൾക്കാർക്ക് അതിന് സാധിച്ചിട്ടുണ്ട്. അപ്പോൾ റിയൽ ആയിട്ടുള്ളൊരു ഇൻകം നമുക്ക് നേടാൻ സാധിക്കണം. അല്ലാതെ ജസ്റ്റ് ചുമ്മാ നമ്മൾ നിങ്ങളുടെ ആഗ്രഹം എന്തായിരിക്കും നമ്മൾ ലൈഫിൽ എപ്പോഴും എല്ലാവരും ചിന്തിക്കുന്നത് നമുക്ക് വളരെ സക്സസ്ഫുൾ ആയിട്ട് റിച്ച് ആയിട്ടുള്ളൊരു നല്ല വീട് വെക്കണം, അല്ലെങ്കിൽ നല്ല കാർ വാങ്ങണം. അങ്ങനെയൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എവിടെയെങ്കിലും സ്റ്റാർട്ട് വേണ്ടേ? അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ ആവണമെന്നുണ്ടെങ്കിൽ നമ്മൾ എവിടെയെങ്കിലും സ്റ്റാർട്ട് ചെയ്ത് വെച്ചാൽ അപ്പോൾ അതിനുള്ളൊരു തുടക്കം ആയിക്കോട്ടെ. അതിൽ നിന്ന് എനിക്ക് ഹെൽപ്പ് ചെയ്യാൻ പറ്റിക്കാൻ, അതിൻ്റെ ഒരു പാർട്ടാകാൻ പറ്റിക്കാൻ അത് വളരെ വലിയൊരു കാര്യമാണ്. അപ്പോൾ ഗൈസ്, അപ്പോൾ അതാണ് ഇന്നത്തെ ദിവസം ചെറിയ വീഡിയോ. അപ്പോൾ ഗുഡ് നൈറ്റ്, ബൈ.